റെനോ എന്ന കമ്പനി ഇന്ത്യൻ വിപണിയിൽ നൽകിയ വിജയചരിത്രം ആവർത്തിക്കാൻ അവരുടെ പിന്നാലെ പിന്തുടർന്നെത്തിയ ഫ്രഞ്ച് കാറാണ് സിട്രോൺ. C5 എന്ന എയർക്രോസ് SUVയുമായി ഇന്ത്യയിലെത്തിയ ഫ്രഞ്ച് ഗ്രൂപ്പ് രാജ്യത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ബ്രാൻഡുകളിൽ ഒന്നായി മാറിയിരുന്നു. നിലവിൽ 4 കാറുകളാണ് സിട്രോൺ പുറത്തിറക്കുന്നത്. C5 എയർക്രോസിനെ കൂടാതെ C3 എയർക്രോസ് മിഡ് സൈസ് SUV, C3 ഹാച്ച്ബാക്ക്, EC3 ഇലക്ട്രിക് ഹാച്ച്ബാക്ക് എന്നിവയാണ് ഫ്രഞ്ച് കമ്പനിയുടെ വാഹനങ്ങൾ. C5 എയർക്രോസിന് വിപണിയിൽ കാര്യമായി വിൽപ്പന നൽകാനായില്ലെങ്കിലും മറ്റ് 3 മാസ് മാർക്കറ്റ് കാറുകളിലൂടെ രാജ്യത്ത് നിലയുറപ്പിക്കാനാണ് സിട്രോണിൻ്റെ ലക്ഷ്യം. ഇന്ത്യയിലെ രണ്ടാമത്തെ മോഡലായ C3 ഹാച്ച്ബാക്ക് പുറത്തിറങ്ങി വെറും 6 മാസത്തിനുള്ളിൽ കമ്പനി അതിൻ്റെ EV പതിപ്പായ EC3 കൊണ്ടുവന്നു. ടാറ്റയുടെ ജനപ്രിയ മോഡലായ ടിയാഗോ EVയുമായിട്ടാണ് ഇത് മത്സരിക്കുന്നത്. 2023 ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും അധികം മത്സരം നിറഞ്ഞ മിഡ് സൈസ് SUV സെഗ്മെൻറ്റ് ഇളക്കിമറിച്ച് സിട്രോൺ C3 എയർക്രോസ് പുറത്തിറക്കിയിരുന്നു. 10 ലക്ഷം രൂപയിൽ താഴെ മാത്രം വിലയുള്ള ഈ SUV സെഗ്മെൻറ്റിലെ മറ്റ് വമ്പന്മാർക്കെല്ലാം വെല്ലുവിളിയാണ്. ഇപ്പോൾ C3 എയർക്രോസിനെ അടിസ്ഥാനമാക്കി തങ്ങളുടെ രണ്ടാമത്തെ ഇലക്ട്രിക് കാർ വിപണിയിൽ എത്തിക്കാൻ പോവുകയാണ് സിട്രോൺ എന്ന് റിപ്പോർട്ടുകൾ. മാരുതി സുസുക്കി, ഹ്യുണ്ടായി, ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര, ടൊയോട്ട എന്നീ എതിരാളികൾ ഉടൻ ഇലക്ട്രിക് SUVകൾ കളത്തിലിറക്കാൻ പോകുന്ന സാഹചര്യത്തിൽ സിട്രോണും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ പോകുകയാണ്. പുതിയ ഇലക്ട്രിക് SUVക്ക് സിട്രോൺ EC3 എയർക്രോസ് എന്ന പേര് ലഭിക്കുമെന്നാണ് കരുതുന്നത്. നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യൻ കസ്റ്റമറുകൾക്കിടയിൽ വലിയ പ്രതീക്ഷകൾ സൃഷ്ടിച്ച സിട്രോൺ EC3 എയർക്രോസ് ഇലക്ട്രിക് കാർ 2024 അവസാനത്തോടെ വിൽപ്പനയ്ക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ വിപണിയിൽ നിലവിൽ വിൽപ്പനയ്ക്കെത്തുന്ന സിട്രോൺ EC3 ഇലക്ട്രിക് കാറിൽ 29.2 കിലോവാട്ട് ബാറ്ററി പാക്കാണ് നൽകിയിട്ടുള്ളത്. ഒറ്റ ചാർജിൽ 320 കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നത്. 57 bhp പവർ നൽകുന്ന ഇലക്ട്രിക് മോട്ടറാണ് ഇതിന് കരുത്തേകുന്നത്. ICE സഹോദരനുമായി ധാരാളം സാമ്യതകളാണ് EC3 ഇലക്ട്രിക് ഹാച്ചിനുള്ളത്. സിട്രോൺ EC3 എയർക്രോസും സമാനമായ സ്വഭാവത്തിൽ വരുമെന്നാണ് പ്രതീക്ഷ. C3 എയർക്രോസ് മിഡ് സൈസ് SUV നിലവിൽ 2 സീറ്റിംഗ് ലേഔട്ടിൽ ലഭ്യമാണ്. ഇലക്ട്രിക് പതിപ്പും സമാനമായ സീറ്റിംഗിൽ വരാൻ സാധ്യത കാണുന്നു. എന്നാൽ ബാറ്ററി പാക്കിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇത്. സിട്രോൺ EC3 എയർക്രോസിന് കൂടുതൽ ബാറ്ററി പാക്കും കൂടുതൽ പവറുള്ള ഇലക്ട്രിക് മോട്ടറും ലഭിച്ചേക്കാം. മറ്റൊരു കാര്യം എന്തെന്നാൽ താങ്ങാനാകുന്ന വിലയിൽ വണ്ടി ലഭ്യമാക്കാൻ കമ്പനി ചില ആവശ്യ ഫീച്ചറുകൾ നഷ്ടപ്പെടുത്തുന്നു. പ്രൈസ് സെൻസിറ്റീവായ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ തന്ത്രം ഒരു പരിധിവരെ വിജയിക്കുന്നതിനാൽ EC3 എയർക്രോസിനും അതിൻ്റെ ICE മോഡലിന് സമാനമായി ചില ഫീച്ചറുകൾ നഷ്ടമായേക്കാം. എന്നാൽ ആകർഷകമായ വിലയിൽ EV ലഭ്യമാക്കാൻ ഇത് അവസരമൊരുക്കും. 11,61,000 രൂപ മുതൽ 12,79,000 രൂപ വരെയാണ് സിട്രോൺ EC3 ഇലക്ട്രിക് ഹാച്ചിൻ്റെ ഇന്ത്യയിലെ ഷോറൂം വില. എന്നാൽ വലിയ ബാറ്ററി പാക്കുമായി വരുന്ന സിട്രോൺ EC3 എയർക്രോസിന് ഒരു പക്ഷേ 13 ലക്ഷം രൂപ പ്രാരംഭ ഷോറൂം വിലയിൽ പുറത്തിറങ്ങിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അതേസമയം ടോപ്പ് വേരിയൻറ്റിന് ഏകദേശം 17 ലക്ഷം രൂപ ഷോറൂം വില പ്രതീക്ഷിച്ചേ പറ്റൂ. ഈ വർഷം സിട്രോൺ ബ്രാൻഡിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുന്ന 4 കാറുകളിൽ ഒന്നായിരിക്കും ഈ ഇലക്ട്രിക് SUV. സിട്രോണിൻ്റെ അടുത്ത ലോഞ്ചാകുമെന്ന് കരുതപ്പെടുന്ന C3X ക്രോസ് ഓവർ സെഡാൻ ഇന്ത്യൻ നിരത്തുകളിൽ സജീവമായി പരീക്ഷണയോട്ടം നടത്തുന്നുണ്ട്. ലോഞ്ച് അടുക്കുന്നതോടെ പുതിയ ഇലക്ട്രിക് SUVയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളും കമ്പനി പുറത്തുവിടും. മുൻനിര ബ്രാൻഡുകൾക്കൊപ്പം സിട്രോണും കൂടി ഈ ഉൽപ്പന്നം കൊണ്ടുവരുന്നതോടെ തിരഞ്ഞെടുക്കാൻ ഒത്തിരി മോഡലുകൾ ഉണ്ടാവുമെന്നതിനാൽ മെച്ചം കസ്റ്റമേഴ്സിന് തന്നെയാണ്. എവർക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.